ഇത് കണ്ടോ, ഓൺ ഓഫ് ഓൺ ഓഫ്, കൊള്ളാമല്ലേ? സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടിയുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ ലാവ അഗ്നി 3 കവർ ചെയ്യേണ്ട എന്നാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ താഴെ കമൻറ്റ് സെക്ഷനിൽ തുടങ്ങിയില്ലേ ചിലർ, ബ്രോ നിങ്ങൾ ഈ കണ്ട ബ്രാൻഡുകളുടെ എല്ലാ ഫോണും റിവ്യൂ ചെയ്യുന്നുണ്ട്, അൺബോക്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ ലാവയുടെ ഒരു ഫോൺ ഇറങ്ങിയിട്ട് അത് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു നാഷണലിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ താഴെ റിപ്ലൈസിൽ തുടങ്ങിയില്ല വേറെ വഴക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ബോക്സ് കിട്ടൂല. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബോക്സ് അവിടെ പോയി. ഓക്കെ, ഈ ഒരു ബോക്സ് ആണ്. ഓക്കെ, ഇത് റിവ്യൂസിന് വേണ്ടിയുള്ള ബോക്സ് ആണ്. സോ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ലാവ അഗ്നി 3 ഉണ്ടല്ലോ, ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം അത്രയ്ക്കും ബഗ്സും ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ടായിരുന്നു. അതിനുശേഷം ലാവ കുറേ അപ്ഡേറ്റ്സ് അയച്ചു തന്നു. ഫോൺ ഇപ്പം ഓക്കെ ആണ്. ആ ബഗ്സും കാര്യങ്ങളൊക്കെ ലാവ സോൾവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി നൈസ് ആക്ച്വലി. എന്നാൽ ഇപ്പോഴും സ്റ്റിൽ ഈ ഫോണിനെ കുറിച്ച് ചില നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞേ പറ്റൂ. ഓക്കെ, അതായത് ചില ഏരിയാസിൽ പ്രോബ്ലംസ് ഉണ്ട്. ആക്ച്വലി ഈ ഫോണിൽ ആപ്പിൾ അവരുടെ ഐഫോൺസിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ലാവ ആപ്പിളിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ആ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഏത് ഫീച്ചറാണ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. അത് ലെറ്റ്സ് റോ. സോ ഈ ലാവ അഗ്നി 3യുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇറ്റ്സ് എ വെരി വെരി നൈസ് ഡിസ്പ്ലേ. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരിക്കും ബാക്കിൽ പിടിപ്പിച്ച് തന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഇറ്റ്സ് വെരി ക്രിസ്പ്, വെരി ഷാർപ്പും. ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ ഇതായി കണ്ടോ ഒരു ഡോഗൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ ഡോഗ് വരുന്നത് ഭയങ്കര ക്രിസ്പാണ്. ഒരു ഡിഫറെൻറ്റ് ഫീച്ചറാണ്, യുണീക്ക് ഫീച്ചറാണ്. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. ടൈമും ഡേറ്റും ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാമറ പ്രിവ്യൂ കാണാൻ പറ്റും. ഈ ഫ്ലിപ്പ് ഫോൺസിൽ കാണാൻ പറ്റുമല്ലോ റിയർ ക്യാമറ പ്രിവ്യൂ, അതുപോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റും. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. എന്തുകൊണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കാണാം, കോൾ റിസീവ് ചെയ്യാം, കട്ട് ചെയ്യാം, വോയിസ് റെക്കോർഡിംഗ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഈവൻ മ്യൂസിക് പ്ലേ പോസ് ചെയ്യാൻ പറ്റും. ക്വിക്ക് റിപ്ലൈസിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഈവൻ റെസ്പോൺസ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ്, അതും നല്ലതാണ്. പക്ഷെ ഒരു കാര്യം എടുത്ത് പറയണം, ഫോൺ നല്ല ബൾക്കി ഫോണാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ ബ്ലൂ ആണ്. ഒരു വൈറ്റ് ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ആ വൈറ്റ് ഓപ്ഷൻ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷെ കളർ ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ട്, നിങ്ങൾ കണ്ട് സെലക്ട് ചെയ്യുക. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആവുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ബാക്കിൽ ഗ്ലാസിൻ്റെ ബിൽഡ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് ജോബ്. സോ കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സ്ട്രാ ഫീച്ചർ ഐഫോണിലുള്ള ഫീച്ചർ, അതാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ. ലാവ ഇതിനെ ആക്ഷൻ കീ എന്നാണ് വിളിക്കുന്നത്. സോ ഐഫോണിൻ്റെ ആക്ഷൻ ബട്ടൺ അറിയാലോ, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സിംഗിൾ പ്രസ് ഉണ്ട്, ഡബിൾ പ്രസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ പ്രസ് ആൻഡ് ഹോൾഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും ഐഫോണിൽ ആ ഒരു ഫീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഡബിൾ പ്രസ്, ട്രിപ്പിൾ പ്രസ് ഒക്കെ. പലപ്പോഴും ഞാൻ ഈ ആക്ഷൻ കീ ആണ് എന്ന് വിചാരിച്ച് പവർ ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട്, പവർ ബട്ടൺ ആണെന്ന് വിചാരിച്ച് ആക്ഷൻ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടും വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. രണ്ടിൻ്റെയും ഫീല് സെയിം ആണ്. യെസ്, നമ്മുടെ പവർ ബട്ടൻ്റെ മേളിൽ ഒരു റെഡ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ റെഡ് ലൈൻ നോക്കിയിട്ടല്ലോ ക്ലിക്ക് ചെയ്യുന്നത്, എടുക്കും ക്ലിക്ക് ചെയ്യും. സോ കുറച്ചും കൂടി മേളിലോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോ കുറച്ചും കൂടി മേളിലായിട്ട് അത് കൊടുത്തിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായേനെ. പിന്നെ ഒരു പോയിന്റ് എടുത്ത് പറയണം, നോർമലി നമ്മൾ ഫോൺ ഇങ്ങനെ വീഴുമ്പോൾ അത്രയും പേടിക്കാറില്ല, കാരണം ഡിസ്പ്ലേ ഫ്രണ്ടിലാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീഴുമ്പോഴും പേടിക്കണം. സോ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള കവറൊക്കെ ഇട്ട് ഉപയോഗിക്കുക. ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കിതിൽ SD കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. വളരെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് എല്ലായിടത്തും ലാവ നല്ലോണം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ നിന്ന് കർവായി വരുന്നുണ്ടെന്ന്, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ലാവ അഗ്നി 2 ഉണ്ടായിരുന്ന പോലെ ഈ ലാവ അഗ്നി 3ലും കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് 2 സൈഡിലുള്ള ബെസൽസ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. ഒരേ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സാച്ചുറേറ്റഡ് ഡിസ്പ്ലേ ആയിരുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ ഇങ്ങനെ റെഡും ബ്ലൂ ഗ്രീനൊക്കെ ഇങ്ങനെ കിടന്ന് കത്തി കിടക്കും. പിന്നെ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഞാനത് നാച്ചുറൽ ആക്കി. ഇപ്പം കളേഴ്സ് ഒക്കെ ഓക്കെ ആണ്. പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒന്നും കൊടുത്തിട്ടില്ല, കർവ് ഡിസ്പ്ലേ ആണ്. കൊടുക്കാമായിരുന്നു ആക്ച്വലി. ഡ്രാഗൺ ട്രെയിൽ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഏതുതരം പ്രൊട്ടക്ഷൻ ആണെങ്കിലും പ്ലീസ് നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിക്കുക. 120 ഹെർട്സിന്റെ ആനിമേഷൻസ് ഒക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതൊക്കെ ഇപ്പം നോർമലാണ് ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ബ്രൈറ്റ്നസ് മോശമൊന്നുമല്ല. ഇൻഡോർ യൂസിന് വേണ്ടി ധാരാളം ബ്രൈറ്റ്നസ് തന്നിട്ടുണ്ട്. ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ മോട്ടറോള ഫോൺസ് ആണെങ്കിലും ഐക്യു ഫോൺസ് ആണെങ്കിലും അതിൽ കുറച്ചും കൂടി കൂടുതൽ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. HDR സർട്ടിഫിക്കേഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. സോ യൂട്യൂബിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ആ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. കണ്ടില്ലേ, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല വോളിയം ഉള്ള ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300X ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ എക്സിന്റെ അർത്ഥം ഈ ചിപ്സെറ്റിന് 2 ഡിസ്പ്ലേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഫോണിൽ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടല്ലോ. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് നല്ലതാണ്, അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും 25,000 രൂപയുടെ താഴെ വരുന്ന ഫോണാണ്. ആ പ്രൈസ് റേഞ്ചിൽ ഓഫർ സമയത്ത് പോക്കോയുടെ F6ഉം പിന്നെ റിയൽമി GT60 ഒക്കെ വരാറുണ്ട്. അതിൽ പടക്കൂറ്റൻ പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ്സ് ഉണ്ട്. പക്ഷെ നോർമൽ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് ഓക്കെ പെർഫോമൻസ് തരുന്നുണ്ട്. ഈവൻ റാം സ്റ്റോറേജ് വേരിയൻസ് ആണെങ്കിലും അത് നല്ലതാണ്. LPDDR5 റാം ഉണ്ട്, UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. AnTuTu സ്കോർ ഏകദേശം 6.7 6.8 ലാക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും കംപ്ലീറ്റ്ലി പച്ചയായിരുന്നു. ഓക്കെ, ഈവൻ ഗെയിമിങ്ങിന്റെ സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഓവറോൾ പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലോണം ഇത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആഡും റെക്കമെൻഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പം വന്ന് ഈവൻ ചില മോട്ടറോള ഫോൺസിലും ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ഈ റെക്കമെൻഡഡ് ആപ്സിൻ്റെ ഒരു ഫോൾഡർ വരാറുണ്ട്. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മോട്ടറോള വീഡിയോസിൽ. ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ബ്രാൻഡ് ക്ലീൻ എക്സ്പീരിയൻസ് തരുന്നുണ്ടെങ്കിൽ അവർ കുറേ പ്രോഫിറ്റ് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. മോട്ടറോള ഫോൺസിലും ഇത്തരത്തിലുള്ള ഈ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം അവർ അപ്ഡേറ്റ് ചെയ്ത് ഹെലോ UI ആക്കി. ഹെലോ UI ആയതോടെ ഒരു മോട്ടറോള ഫീൽ ഉണ്ട്. അതിന് ഒരുപാട് ഫീച്ചേഴ്സും പിന്നെ ഒരുപാട് അപ്ഡേറ്റഡ് ഫോൺസും ഐക്കൺസ് ഒക്കെ വരുന്നുണ്ട്. സോ ലാവ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അതായത് നെക്സ്റ്റ് ഇയർ 2025 അവരുടെ ഒരു UI ക്ലോസ് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് നൈസ് ആണ്. എന്നാൽ അവരുടെ UIയും പിന്നെ അതുപോലെ തന്നെ അവരുടെ സൈഡിൽ നിന്നുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലാവ അവരുടെ ഫോൺസിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ലാവ ഫോൺസിന് ആ ഒരു ഐഡന്റിറ്റി കിട്ടുള്ളൂ. 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റിന്റെ പ്രോമിസ് ലാവ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും Android 14 ആണ്, Android 15 വന്നിട്ടില്ല. എപ്പോൾ വരും എന്നറിയില്ല. ഓക്കെ, സോ അതൊക്കെ ലാവ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ലാവ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈവൻ ടെലിഫോട്ടോ ക്യാമറ ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ടെലിഫോട്ടോ ക്യാമറ തരാറില്ല. ഇവിടെ ടെലിഫോട്ടോ ക്യാമറ തന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും വൈറ്റ് ബാലൻസ് ആണെങ്കിലും റിലയബിലിറ്റി ഇല്ല. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, പക്ഷേ ക്യാമറ പെർഫോമൻസ് അത്രയും റിലയബിൾ അല്ല. അതായത് നമുക്ക് കണ്ണടച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. ഈവൻ ആ 3x ടെലിഫോട്ടോ ക്യാമറയുടെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് ആവറേജ് ആയിട്ട് തോന്നി. പലയിടത്തും കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീൻ റെക്കോർഡിംഗ് കണ്ടു നോക്കുക. പിന്നെ സെൽഫി ക്യാമറ പെർഫോമൻസ് ഈസ് വെരി ബിലോ ആവറേജ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. 10,000 രൂപയുടെ താഴെ കിട്ടുന്ന ഫോൺസിലുള്ള സെൽഫി പെർഫോമൻസ് ആണ് ഈ പ്രൈസിൽ ലാവ തരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സജഷൻ ആയിരിക്കും ഈ ബാക്കിലുള്ള ഡിസ്പ്ലേ ഇല്ലേ, ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം. സോ ഈ ബാക്കിലുള്ള ഡിസ്പ്ലേയിൽ കിട്ടുന്ന പ്രിവ്യൂ ഉപയോഗിച്ച് റിയർ ക്യാമറ വെച്ച് സെൽഫി എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. റിയർ ക്യാമറ തീർച്ചയായിട്ടും ബെറ്റർ ഫോട്ടോസ് തരുന്നുണ്ട്. പിന്നെ OIS അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, EIS അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വീഡിയോസിൽ അത്രയും സ്റ്റെബിലിറ്റി ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ഫ്രാങ്ക്ലി. എനിവേ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഫോണിൻ്റെ കോൾ ക്വാളിറ്റി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും അവിടെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. 22,500 രൂപയാണ് പ്രൈസ്. അതിൻ്റെ കൂടെ തന്നെ 1,200 രൂപ 1,500 രൂപയുടെ ഇപ്പോഴും ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആമസോണിലാണ് കിട്ടുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ലാവ എന്ന ബ്രാൻഡിന് ഒരുപാട് സർവീസ് സെൻ്ററുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ, ഹാർഡ്വെയർ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ, അതായത് ഗ്രീൻ ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഇയർ അതായത് വാറണ്ടി പീരീഡിന് ഉള്ളിൽ വരികയാണെങ്കിൽ ലാവ തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ കംപ്ലീറ്റ് ഫോൺ റീപ്ലേസ് ചെയ്ത് തരും. സോ ഓവറോൾ ഐ എം ഹാപ്പി വിത്ത് ദിസ് ഫോൺ. ആ ക്യാമറ മാത്രം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ ലാവ അഗ്നി 3 വാങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണ് തോന്നിയത്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.